ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണേ. ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോൻ്റെ അകത്തുള്ളേ. അപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ചിന്നു എന്നാണേ. സ്ഥലം കുളത്തൂപ്പുഴ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പം വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണേ. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ താമസിച്ചു. അവന് പിന്നീടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ആൾക്കിപ്പോൾ ഒരു പനിയൊക്കെ പിടിച്ച് എഴുന്നേറ്റതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ക്ഷീണം മാറാനായിട്ട് വൈറ്റമിൻ ഡ്രോപ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ അതൊക്കെ കൊടുത്ത് ആളവിടെ ഇരുത്തിയിട്ട് അടുക്കളയിൽ കുറച്ച് ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാനായിട്ട് ഞാൻ അങ്ങ് പോയി. അവനിപ്പോൾ മിച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും പനി പിടിച്ച് എഴുന്നേറ്റതുകൊണ്ട് ആൾക്ക് ഭയങ്കര വാശിയാണ്. എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഞാൻ എടുത്തുകൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഡിമാൻഡുകൾ. പിന്നെ പനിയൊക്കെ പിടിച്ച് എഴുന്നേറ്റല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് നടക്കും എപ്പോഴും. അപ്പം ഞാൻ അവന് വെള്ളമൊക്കെ കൊടുത്തിട്ട് പാത്രമൊക്കെ കഴുകാനുള്ളതിനെ പുറത്തോട്ടൊക്കെ കൊണ്ട് വയ്ക്കാനായിട്ട് പോയപ്പോഴത്തേന് ആൾ കരഞ്ഞുകൊണ്ട് വരുന്നത് എടുത്തോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ എടുത്ത് കൊണ്ടൊക്കെ നടന്ന്, എന്നിട്ട് മുഖമൊക്കെ ഇറക്കി വെച്ചേക്കുന്നുണ്ട്. വഴക്കും കൂടിയിട്ട് വീണ്ടും പോയി അവിടെ പോയി തനിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുമായിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ നിങ്ങളിത് കണ്ടു, ഈ തറയിൽ ഇങ്ങനെ കലാവാസന നടത്തുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തറ പോരാഞ്ഞ് ചുവരൊന്നുമില്ല, അവൻ അതിൻ്റെ അകത്ത് ഫുള്ള് വരച്ച് കുറിച്ച് വെച്ചേക്കുക. ഇത് പോരാഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തോ എൻ്റെ ലൈറ്റർ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അവൻ ഇതൊക്കെ മതി കളിക്കാൻ. ഒരുപാട് കളർ പെൻസിൽ വേണം, ബുക്ക് വേണം, ഇതുപോലുള്ള ഈ ലൈറ്റർ, സ്പൂണ്, പാത്രങ്ങൾ ഇതൊക്കെ മതി. അല്ലാത്ത ടോയ്സും സംഭവങ്ങളൊന്നും വേണ്ട. അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആളെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ കുളിപ്പിക്കത്തുള്ളൂ. അതാകുമ്പോഴത്തേനും ചോറും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അതുപോലെ പനി പിടിച്ചൊക്കെ എഴുന്നേറ്റത് കൊണ്ട് ഇപ്പം ആൾ നന്നായിട്ട് അങ്ങ് ക്ഷീണിച്ച് അങ്ങ് ആയിട്ടുണ്ട്. അപ്പോൾ തണുപ്പടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് കുളിപ്പിച്ച് എന്നോട് എന്തോ തമാശ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ചിരിച്ച് കാണിച്ചു കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ടു പോകുക. എന്തിനാണെന്നറിയോ? കുറി എടുക്കാൻ. അപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കുറി ഞാൻ അവിടെ TV സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. അത് കണ്ടിട്ടാണ് പറയുന്നത് കുറി ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ചന്ദനമൊക്കെ എടുത്തിട്ട് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് 2 ഡാൻസൊക്കെ കളിച്ചിട്ട് ആളവിടെ നിൽപ്പുണ്ട്. ഈ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങി, ചോറൊക്കെ കഴിച്ച് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണേ. ഞായറാഴ്ച ആയതുകൊണ്ട് മൂത്ത ആൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം. അന്ന് അച്ഛനെ കൈ കിട്ടുമല്ലോ. അപ്പോൾ അച്ഛൻ വീട്ടിലുള്ളപ്പോഴത്തേനും ആൾക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതൊക്കെയാണ് മൂത്ത ആളിൻ്റെ ഡിമാൻഡ്. അങ്ങനെ കുറച്ച് കുഞ്ഞൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളേ.